നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടിക്കെതിരെ നിന്നാലുണ്ടല്ലോ, നിന്നെയൊക്കെ കൊല്ലും, തിന്നും, വെട്ടിക്കീറി അടുപ്പിൽ വെക്കും എന്നുള്ള ധാർഷ്ട്യവും വെല്ലുവിളികളും ഭീഷണിയുമൊക്കെ CPMകാർ പൊതുമധ്യത്തിലേക്കും വന്നു നിന്ന് വിളിച്ചു കൂവാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻപ് ഒരു പ്രസംഗം നമ്മൾ കേട്ടതാണല്ലോ, 1, 2, 3 അങ്ങ് മണിയാശാന്റെ വെല്ലുവിളി. ഞങ്ങളും തീർത്തിട്ടുണ്ട് കുറെ എണ്ണത്തിനെ എന്നൊക്കെ അന്ന് ഗീർവാണം അടിച്ചത് മലയാളികൾ മറന്നിട്ടുണ്ടാകില്ലല്ലോ. ഇപ്പോൾ അതുപോലെ ഒരു വെല്ലുവിളിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കൊലവിളി പ്രസംഗം നടത്തിയ CPM നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്ന ഒരു സംഭവം പുറത്തേക്ക് വരികയാണ്. കോഴിക്കോട് ജില്ലയിലെ CPM തിക്കോടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു കളത്തിലിനെയാണ് പയ്യോളി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്ത് അപ്പോൾ തന്നെ വിട്ടയച്ചത്. പ്രഹസനത്തിന് വേണ്ടി മാത്രമാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് ആർക്കാണ് അറിയാത്തത്. മുസ്ലിം ലീഗ് തിക്കോടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP കുഞ്ഞമ്മദ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടിയുണ്ടായത്. സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയും മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു പരാതി. ഡിസംബർ 22 വൈകിട്ട് 5:30 പുതിയ വളപ്പിൽ നടന്ന CPM പ്രതിഷേധ യോഗത്തിലാണ് ലോക്കൽ സെക്രട്ടറി ബിജു കളത്തിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയത്. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തിക്കോടി കുറ്റിവയലിൽ സ്ഥാപിച്ച 24 പതാകകൾ നശിപ്പിച്ച സംഭവത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആരെയും വെറുതെ വിടില്ല എന്നും അരിയിൽ ഷുക്കൂർ ഈ ഭൂമുഖത്തില്ല എന്നുള്ളത് മറക്കരുത് എന്നുമായിരുന്നു പ്രസംഗത്തിന്റെ ഉള്ളടക്കം. തിക്കോടി 13ാം വാർഡിലെ പുതിയ വളപ്പിലെ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തായിരുന്നു പ്രതിഷേധ യോഗം നടന്നത്. മൈക്ക് ഉപയോഗിക്കാതിരുന്നിട്ടും പ്രസംഗത്തിന്റെ വ്യക്തമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധ ജാഥയെ തുടർന്നുള്ള കവല യോഗത്തിൽ വെച്ചായിരുന്നു ബിജുവിന്റെ കൊലവിളി പ്രസംഗം. പിന്നീട് അറസ്റ്റ് ചെയ്ത ബിജുവിനെ പോലീസ് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അതേസമയം CPMന്റെ പതാക നശിപ്പിച്ച സംഭവത്തിൽ പ്രദേശവാസികളായ 3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവർ സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്ന് CPM ആരോപിച്ചു. പ്രദേശത്തെ വെല്ലുവിളികൾ സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കാനുള്ള മുൻകരുതലിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അവിടെയും ഒരു വെട്ടും കുത്തും നടന്നാൽ പണി പാളുമെന്ന് പോലീസിനറിയാം. അതുകൊണ്ട് തന്നെ ശക്തമായ നിരീക്ഷണ വലയത്തിലാണ് ഈ പ്രദേശം ഇപ്പോഴുള്ളത്. എന്തായാലും സഖാക്കന്മാരുടെയൊക്കെ കൊലവിളി പൊതുമധ്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കൊല്ലും, തിന്നും, വെട്ടും എന്നൊക്കെയാണ്. അരിയിൽ ഷുക്കൂറിനെ തീർത്തത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ചു കൂവുകയും ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടിതൊക്കെ നിങ്ങൾ വിളിച്ചു കൂവണമെന്നില്ല. കാരണം കേരളത്തിനറിയാം നിങ്ങളുടെ കിരാത സ്വഭാവം എത്രത്തോളമാണ് എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ TP ചന്ദ്രശേഖരൻ. ആ മനുഷ്യനെ വെട്ടിക്കൊന്നു എന്നല്ലല്ലോ പറയേണ്ടത്, വെട്ടിച്ചിതറിച്ചു, അങ്ങനെ വേണമല്ലോ പറയാൻ. മുഖം പോലും വികൃതമാക്കുന്ന രീതിയിൽ ഈ പാർട്ടി അവരുടെ ക്രൂരത അത്രയും ആ ശരീരത്തിൽ കാണിച്ചിരുന്നല്ലോ. കേരളം ഞെട്ടിയ സംഭവമാണ്. അരിയിൽ ഷുക്കൂർ വധക്കേസും അങ്ങനെ തന്നെയാണ്. കേരളം മറക്കില്ല ഇതൊന്നും. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. അരിയിൽ ഷുക്കൂറിന്റെ ഗതി എന്തായിരുന്നു എന്നറിയാമല്ലോ എന്നുള്ള ഭീഷണികളൊന്നും വേണ്ട. ഒരു കാര്യം പാർട്ടി ഓർത്തു വെക്കുക, നിങ്ങളെ ഭയക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ CPMനെ കാണുമ്പോൾ പരമപുച്ഛമാണ് കേരളത്തിലുള്ളവർക്ക്. അല്ലാതെ നിങ്ങളെ ഭയമോ കാണുമ്പോൾ അടിമുടി വിറയ്ക്കുകയോ ഒന്നും ആരും ചെയ്യില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.